സംസ്ഥാന വൈദ്യുതി ബോർഡ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 2023 വൈദ്യുതി വാങ്ങാനായി ചെലവഴിച്ചത് 13,250 കോടി രൂപ. അതിനു മുമ്പത്തെ വർഷം ചെലവഴിച്ചത് 11,000 കോടിയും. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ 2030 എത്തുമ്പോഴേക്കും ഏതാണ്ട് 25,000 കോടിയുടെ വൈദ്യുതി കേരളം വാങ്ങേണ്ടതായി വരുമെന്നാണ് കണക്ക്. അധിക വരുമാനമില്ലാത്ത, കാര്യമായ വ്യവസായവൽക്കരണം നടത്താത്ത ഒരു സ്ഥാപനത്തിന് ഇത് എത്രത്തോളം താങ്ങാനാകും എന്നത് ആശങ്കയുള്ളതാണ്. അതിന് പരിഹാരമായി വൈദ്യുതി ഉൽപാദന രംഗത്തേക്ക് സംസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമാണ്. പണമില്ലായ്മയാണ് ബോർഡിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്ന് KSEB ചെയർമാൻ ബിജു പ്രഭാകർ പറയുന്നു. 9.5%, 10% പലിശയ്ക്ക് പണം കടമെടുക്കുമ്പോൾ ഒരു പ്രോജക്റ്റും ലാഭകരമാവില്ല. പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ തലപ്പത്തുള്ളവരെ അടിക്കടി മാറ്റുന്നത് വൈദഗ്ധ്യം നേടുന്നത് ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഉൽപാദന വിഭാഗത്തിലുള്ളവരെ വിതരണത്തിലേക്കും പ്രസരണത്തിലേക്കും അതുപോലെ തിരിച്ചും മാറ്റുന്ന സാഹചര്യമുണ്ട്. KSEBയിൽ ഉൽപാദന, പ്രസരണ, വിതരണ മേഖലകളെ 3 സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകളായി മാറ്റിയിട്ടുണ്ടെങ്കിലും ഉദ്ദേശിച്ചത്ര ഫലം കിട്ടിയിട്ടില്ല. സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ ഉചിതമായ ഇടങ്ങളിൽ കമ്പനിയുടെ ആവശ്യപ്രകാരം ഉപയോഗിക്കുന്നതിന് വേണ്ട സ്ഥലം മാറ്റ നയങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിവിധ സാങ്കേതിക മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരെ സ്ഥിരം കേഡർ ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. ആ ലക്ഷ്യത്തോടെ ജീവനക്കാർക്ക് ഉൽപാദനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സ്ഥിരമായ പോസ്റ്റിംഗ് നൽകുകയും രാജ്യത്തിനകത്തും വിദേശത്തും വിട്ട് പരിശീലനം നൽകുകയും സ്വകാര്യ കമ്പനികളുടെ രൂപകൽപ്പന പരിപാടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും വിദഗ്ധോപദേശം നൽകാൻ കഴിയുന്ന ഫെഡോ പോലുള്ള ഒരു വിഭാഗമാക്കി കൺസൾട്ടൻസി പ്രോജക്റ്റ് വിഭാഗത്തിനെ വളർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. KSEB തന്നെ മുൻകൈയെടുത്ത് 1000 മെഗാവാട്ടിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അടിയന്തരമായി സ്ഥാപിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കഷ്ടമാകും. ഇതിനുള്ള വലിയ പണച്ചെലവ് എങ്ങനെ വഹിക്കും എന്നതാണ് പ്രധാന പ്രശ്നം. കൂടാതെ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥർ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ബോർഡിന്റെ മൊത്തം ചെലവിന്റെ 20.9% പോകുന്നത് മനുഷ്യ വിഭവത്തിന് വേണ്ടിയാണ്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നത് താരിഫ് വർധനയ്ക്ക് ഇടവരുത്തും. അതിനാൽ പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവിന് അനുസരിച്ച് ജീവനക്കാരുടെ പുനർവിന്യാസവും പുനഃസംഘടനയും അനിവാര്യമെന്നും ചെയർമാൻ പറയുന്നു. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മനുഷ്യശേഷി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന കാര്യക്ഷമമായ കമ്പനിയായി KSEB മാറണമെന്നും അദ്ദേഹം പറയുന്നു. ബോർഡിന്റെ കഴിഞ്ഞ വർഷത്തെ നഷ്ടം 1023 കോടി രൂപയാണ്. പെൻഷൻകാർക്ക് മാസ്റ്റർ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി 6500 കോടിയിലധികം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. സ്മാർട്ട് മീറ്ററിന് 277 കോടി രൂപ ഉടൻ കണ്ടെത്തണം. പലയിടത്തും ട്രാൻസ്ഫോമറുകൾ മാറ്റാറായി. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കേണ്ട ആവശ്യവുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വൻതോതിൽ നിക്ഷേപം ആവശ്യമാണ്. എല്ലാത്തിനും കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകില്ല. പരിമിതികൾ ഉണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ പരമാവധി നിക്ഷേപം നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ. 465 മെഗാവാട്ടിന്റെ വൈദ്യുതി വാങ്ങുന്നത് സംബന്ധിച്ച ദീർഘകാല കരാർ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു. വൈദ്യുതി അപ്പലറ്റ് ട്രിബ്യൂണലിന് മുന്നിലെ കേസിൽ ഇതുവരെ അന്തിമ തീരുമാനം വന്നിട്ടില്ല. എങ്കിലും പുതിയ പ്രോജക്റ്റുകൾ KSEB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കല്ലടയിലെ 50 മെഗാവാട്ടിന്റെ സൗരോർജ്ജ പദ്ധതിക്ക് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിട്ടത് ഉദാഹരണമാണ്. അതുപോലെ പുതിയ പല പദ്ധതികളിൽ നിന്നും വില കുറഞ്ഞ വൈദ്യുതികൾ വാങ്ങുന്നതിന് കേന്ദ്ര ഊർജ മന്ത്രാലയവുമായി നിരവധി സ്ഥാപനങ്ങളുമായും ചർച്ച നടന്നു വരുന്നു. കായംകുളത്ത് കൂടുതൽ നിക്ഷേപം നടത്താമെന്ന് NTPC പറഞ്ഞിട്ടുള്ളതായും ചെയർമാൻ വ്യക്തമാക്കുന്നു.